എന്തൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് DGPയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു നയപരമായ വിഷയമാണല്ലോ, സർക്കാരിന് ഇതിലൊരു തീരുമാനമെടുത്ത്. അല്ല, സർക്കാരിന്റെ തീരുമാനമാണ് എടുത്തത്, അതല്ലേ പറഞ്ഞത്. നയപരമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പട്ടികയിലാണല്ലോ ADGP വരുന്നത്. DGP കഴിഞ്ഞാൽ അതിന്റെ തൊട്ട താഴത്തുള്ള ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ADGPമാരാണ്. ആ ADGPമാരുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനം, അതുപോലെ ആരോപണം, ആക്ഷേപം എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതിനു മുമ്പ് അവിടുത്തെ പത്തനംതിട്ടയിൽ ഇപ്പോഴുണ്ടായിരുന്ന SP അവിടെ മുമ്പ് മലപ്പുറത്ത് SP ആയിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രശ്നം അതേപോലെ തന്നെ DGP അന്വേഷിച്ചു. റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. ഉടനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷിച്ചോട്ടെ, അതൊക്കെ അന്വേഷിക്കട്ടെ. ആര്യ വിശ്വജിന്റെ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ പത്രം വായിച്ചു രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല, അതിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് നോക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളെ തീരുന്ന നടപടി കമ്പനി തരട്ടെ. ഞാൻ പറഞ്ഞില്ല അതൊന്നുമില്ല, അസാധാരണമൊന്നുമില്ല, സാധാരണമായ സംവിധാനമാണ്. സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് നടപടിയുടെ ഒരു ഭാഗമാണ്. നടപടി തുടങ്ങിയിട്ടില്ല, അതാ പ്രശ്നം.